ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കളർ മുടി ഗുണ്ടുപയ്യനെ അവിടെ പിടിച്ചോണ്ട് വന്നേക്കാണ് പ്രസിഡന്റിന്റെ ഹീറോയിന്റെ മുമ്പിലോട്ട്. എന്നിട്ട് പറയാണ് അവന്റെ നെഞ്ചിലൊരു മുറിവുണ്ടെന്ന്, അവനാണ് മാഫിയ. ഇത് കേട്ട ഗുണ്ടുപയ്യൻ പറയുന്നുണ്ട്, ഞാനല്ല മാഫിയ, എനിക്ക് ഇതിനകത്തൊരു ബന്ധമില്ല, എനിക്ക് അറിയത്തില്ല എന്റെ നെഞ്ചത്ത് എങ്ങനെ മുറിവ് വന്നേന്ന്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരം തന്നെ സൈക്കോയുടെ മുഖത്ത് ചെറുതായിട്ടൊരു പുഞ്ചിരി വരുവാണ് കേട്ടോ. ഒരുമാതിരി സൈക്കോ രീതിയിൽ ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് തിരിഞ്ഞു നോക്കാണ്. അത് പ്രസിഡന്റ് കാണുകയാണ് അവൻ ചിരിക്കുന്നതായിട്ട്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് കൂടിയൊക്കെയാണ് ആരാണ് മാഫിയ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് തന്നെ ഗുണ്ടുപയ്യനും ഈ സൈക്കോ ആയിട്ട് വഴക്കാവുന്നുണ്ട്. ഗുണ്ടുപയ്യൻ പറയുന്നതെന്ന് വെച്ചാൽ അവൻ രാവിലെ എണീച്ച സമയത്താണ് അവന്റെ നെഞ്ചത്ത് മുറിവുണ്ടായത്, അവൻ അതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ്. അതും പറഞ്ഞിട്ട് അവൻ അവന്റെ ഫോൺ എടുത്തിട്ട് ആ സൈക്കോയ്ക്ക് വോട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട സൈക്കോ ആണെങ്കിൽ തിരിച്ചും അവന് വോട്ട് കൊടുക്കുകയാണ്, അതായത് ഗുണ്ടുപയ്യന്. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തേക്കാണ്. ഗുണ്ടുപയ്യന് കളർ മുടിനെയും പിന്നെ സൈക്കോനെയാണ് സംശയം. അവരിൽ രണ്ടുപേരിൽ ആരോ മാഫിയ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പറയാണ് ഇന്ന് സൈക്കോയ്ക്ക് വോട്ട് കൊടുക്കാം, നാളെ കളർ മുടിക്ക് വോട്ട് കൊടുക്കാം. ഇത് കേട്ടപ്പോ കളർ മുടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളർ മുടിയാണെങ്കിൽ നേരെ വന്നിട്ട് അവന്റെ മുറിവിലിട്ട് ഒരു ഇടി കൊടുക്കുകയാണ് കേട്ടോ. അവന് നന്നായിട്ട് വേദന എടുത്തിട്ടുണ്ട് ആ ഇടി കൊണ്ട ശേഷം. ഇതിന്റെ ഇടയിൽ തന്നെ പ്രസിഡന്റും ഹീറോയിനും സൈക്കോനെ ചോദ്യം ചെയ്യാണ്, നീ എന്തിനാണ് ആ ക്യാമറ വന്ന് എടുത്തത്, നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്നാൽ സൈക്കോ നല്ല പിള്ള കളിക്കുകയാണ്. അവൻ പറയാണ് എനിക്കറിയില്ല, ഞാനാണെങ്കിൽ ആ ക്യാമറ ചാർജ് എന്നറിയാനാണ് വന്ന് നോക്കിയത്. അത് മാത്രമല്ല അതിനകത്ത് ഫൂട്ടേജ് ഉണ്ടെങ്കിൽ ആരാണ് മാഫിയ എന്ന് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് വന്ന് നോക്കിയതെന്ന്. എന്തായാലും ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഗുണ്ടുപയ്യനാണെങ്കിൽ സൈക്കോനെ കയറി പിടിക്കുകയാണ് കേട്ടോ. അവന് ഞെക്കി പിടിച്ച ശേഷം അവനെ തറയിൽ തള്ളി ഇടുകയാണ്. ഇതേ നേരം തന്നെ കൂട്ടുകാരി പെൺകുട്ടി ഉണ്ടല്ലേ, അവളാണെങ്കിൽ ഗുണ്ടുപയ്യന് വോട്ട് കൊടുക്കുകയാണ്. ഞാനത് പ്രതീക്ഷിച്ചില്ല അവൾ അങ്ങനെ വോട്ട് കൊടുക്കുമെന്ന്. അവള് ഗുണ്ടുപയ്യന് വോട്ട് കൊടുക്കുകയാണ്. എന്തായാലും ഹീറോയിനും പ്രസിഡന്റും വോട്ട് കൊടുത്തത് സൈക്കോയ്ക്ക് തന്നെയാണ്. കാരണം അവർക്ക് അവനെയാണ് ഡൗട്ട്, വേറെ ആരെയല്ല. അത് മാത്രമല്ല കളർ മുടി വോട്ട് കൊടുത്തത് ആർക്കാന്നറിയാമോ? വേറെ ആർക്കും അല്ല, അതും ഗുണ്ടുപയ്യന് തന്നെയാണ്. ഇപ്പൊ ഗുണ്ടുപയ്യനാണ് ഭൂരിപക്ഷം കൂടുതൽ, അവനാണ് വോട്ട് കൂടുതൽ. ഇതേ നേരം തന്നെ കൂട്ടുകാരി അങ്ങോട്ട് വന്നിട്ട് ഈ ഗുണ്ടുപയ്യന്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്, നീ അല്ലേ മാഫി എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട സമയത്ത് അവൻ ഇഷ്ടപ്പെടുവോ? അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനാണെങ്കിൽ അവളെ പിടിച്ച് തള്ളുകയാണ്. ഇത് പിടിച്ചു മാറ്റാനായിട്ട് അവന്റെ കൂടെ നടക്കുന്ന വേറൊരു കൂട്ടുകാരൻ പയ്യനുണ്ടല്ലോ, അവൻ വരികയാണ്. എന്നാൽ അവനെയും പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ അല്ലേടാ എന്റെ നെഞ്ചത്ത് മുറിവുണ്ടാക്കിയ, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ മാഫിയ എന്ന് അറിയിച്ചിട്ട് നീ അവരെ കൊണ്ട് എന്നെ കൊല്ലിക്കാനല്ലേ നിന്റെ പ്ലാൻ? സത്യം പറഞ്ഞാൽ നീ അല്ലേ മാഫിയ? ഇത് പറഞ്ഞ സമയത്ത് കൂട്ടുകാരൻ പയ്യൻ ഒന്ന് തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം കൂട്ടുകാരൻ പയ്യൻ വേറെ ആർക്കുമല്ല വോട്ട് കൊടുക്കുന്നത്, ഗുണ്ടുപയ്യനാണ് വോട്ട് കൊടുക്കുന്നത്. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്വന്തം കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരൻ എന്നെ വോട്ട് കൊടുക്കുകയാണ്. ഇതൂടായ സമയത്ത് ഗുണ്ടുപയ്യൻ ആകെ തകർന്നു പോവാണ് കേട്ടോ. അവനാണെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട നേരത്ത് കൂട്ടുകാരൻ പയ്യനില്ലേ, അവന്റെ കൂടെ നടക്കുന്ന ആ കൂട്ടുകാരൻ പയ്യൻ, അവനും ആകെ തകർന്നു പോകുന്നുണ്ട്. അവൻ അന്നേരത്തെ ആ വാശിക്കാണ് വോട്ട് കൊടുത്തത്. അവന് കയ്യബദ്ധം പറ്റിയത് കൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് വിഷമം വരുവാണ് കൂട്ടുകാരൻ പയ്യന്. അവനും അവിടെ നിന്ന് തകർന്ന് ഇറങ്ങി പോവുകയാണ്. എന്തായാലും കളർ മൂടി പറയാണ്, നിങ്ങളാരും ഒളിക്കാൻ പോകുന്നില്ലേ, ഇപ്പൊ മാഫിയകളൊക്കെ ഇറങ്ങി പുറത്ത് നടക്കും, എല്ലാരും കൊല്ലും, അതുകൊണ്ട് എല്ലാരും പോയി ഒളിക്കുക എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒളിക്കാൻ പോവുകയാണ്. ഇതേ നേരം തന്നെ സൈക്കോ ആണെങ്കിൽ അവളുടെ പിറകെ പോകുന്നുണ്ട് കേട്ടോ. അത് കണ്ട ഹീറോ ആണെങ്കിൽ, അതായത് പ്രസിഡന്റ് ആണെങ്കിൽ അവനെ വിളിച്ചു നോക്കുന്നുണ്ട്, ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് ദൂരോട്ട് പോവുകയാണ്, അവളുടെ പിറകെ പോവുകയാണ്. ഇതിനുശേഷം ഗുണ്ടുപയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ നേരെ വന്നിരിക്കുന്നത് ആ ക്യാൻറ്റീനിലാണ്, ആ ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്താണ്. അവിടെ വന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് അവനാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. സ്വന്തം കൂട്ടുകാരാണ് അവനെ ചതിച്ചിട്ടുള്ള അതിന്റെ ഒരു വിഷമം അവനുണ്ട്. ഇതിനുശേഷം പ്രസിഡന്റ് ആണെങ്കിൽ ആ ഫ്ലോറിൽ കൂടെ ഒളിക്കാൻ പോവാണ്. മറ്റേ കളർ മുടിയും ഒളിക്കാൻ പോകുന്നുണ്ട്. ഈ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ സൈക്കോ ആണെങ്കിൽ നോക്കുന്നുണ്ട്, അവരെങ്ങോട്ടാ പോണേന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ആ ഫ്ലോറിൽ കൂടെ പോയത് പ്രസിഡന്റ് അല്ല, അത് മറ്റേ ആ കൂട്ടുകാരൻ പയ്യനാണ് കേട്ടോ. അവനെയാണ് ആ സൈക്കോ പയ്യൻ നോക്കി വെച്ചേക്കുന്നത്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവരെല്ലാം കൂടിയിരുന്ന ആ സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ ആ രക്തം പറ്റിയ കുപ്പായം എടുത്ത് നോക്കുകയാണ്. അതെടുക്കുന്ന സമയത്ത് അവൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, വേറൊന്നുമല്ല, ഹീറോയിനും കൂട്ടുകാരിയും ആണെങ്കിൽ ഷോർട്ട് ഹെയർ മരിച്ച ആ വാഷ്റൂം ഇല്ലായിരുന്നു, ആ വാഷ്റൂമിലുള്ള സീൻസ് ആലോചിക്കുകയാണ്. കൂട്ടുകാരി പെൺകുട്ടി അതിന്റെ മണ്ടയിൽ ആ ഓപ്പണിംഗിൽ കയറി നോക്കില്ലേ, അതൊക്കെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇതേ നേരം പ്രസിഡന്റ് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒളിക്കാം, നമ്മുടെ കൂട്ടത്തിൽ മാഫിയ ഉണ്ടോന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒളിക്കാം. ഇതും പറഞ്ഞിട്ട് അവൻ ഒളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പ്രസിഡന്റ് പോയ ഉടനെ തന്നെ ഹീറോയിൻ കൂട്ടുകാരി എടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്, അതായത് ഷോർട്ട് ഹെയർ ഒളിച്ചിരുന്ന ആ സ്ഥലമില്ലേ, അതെങ്ങനെ നിനക്കറിയാം? വേറൊന്നുമല്ല, പ്രസിഡന്റ് നിന്നോടും ഞങ്ങളോടും പറഞ്ഞിട്ടില്ല അവൾ എവിടെ ഒളിച്ചിരുന്നേന്ന്, നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, അതായത് ഷോർട്ട് ഹെയർ വാഷ്റൂമിന്റെ തൊട്ട് മണ്ടയില ഒളിച്ചിരുന്നേന്ന് ഹീറോ വേറെ ആരുടെ പറഞ്ഞിട്ടില്ല. എന്നാൽ കൂട്ടുകാരിയാണെങ്കിൽ അതിന്റെ മണ്ടയിൽ തുറന്നു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് അവളൊരു ഡൗട്ട് അടിക്കുകയാണ്. ഇതിനുശേഷം പ്രസിഡന്റിനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ നേരെ നടന്ന ഒരു ഫ്ലോറിൽ വന്നേക്കാണ്. തൊട്ട് മണ്ടയിൽ ആ സൈക്കോ പയ്യനുണ്ട് കേട്ടോ. അവൻ അവിടെ നിന്നിട്ട് ഓരോ ആൾക്കാർ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കുന്നുണ്ട്. ഹീറോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഗുണ്ടുപ്പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആ
ക്യാൻറ്റീനിൽ ഇരുന്നിട്ട് ഫുഡെല്ലാം വലിച്ചു വാരി കഴിക്കുകയാണ്. വേറൊന്നുമല്ല, അവൻ മരിക്കാൻ സമയമായിട്ടുണ്ട്, ഇനി കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാം കൂടെ വലിച്ചു വാരി കഴിക്കുന്നത്. ഇതിനുശേഷം പ്രസിഡന്റ് നേരെ ചെല്ലുന്നത് വാഷ്റൂമിലാണ് കേട്ടോ. ആ വാഷ്റൂമിൽ തന്നെ സൈക്കോയും ഉണ്ട്. അപ്പൊ ആ സൈക്കോ നിൽക്കുന്ന സൈഡിൽ ആ ഡോറ് തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്താണെങ്കിൽ എല്ലാരെയും അടിച്ചു കൊന്നേക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ അതിനകത്ത് കിടക്കുകയാണ്. ഇതൂടെ കണ്ടപ്പം പ്രസിഡന്റ് ഉറപ്പിച്ച് മാഫിയ ആയിട്ടുള്ളത് വേറെ ആരുമല്ല, അത് ഈ സൈക്കോ പയ്യനാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഉണ്ടല്ലോ സൈക്കോ പയ്യനെ പല തവണയായിട്ട് എടുത്തിട്ട് അടിക്കുന്നുണ്ട്. തറയിൽ വീണ സൈക്കോ പയ്യൻ പറയാണ്, നമ്മളെല്ലാരും ഈ ഗെയിം ജയിക്കാനല്ലേ നോക്കുന്നത്, നമ്മുടെ ജീവൻ പോവാതിരിക്കാനല്ലേ നോക്കുന്നത്, നീയും അതിന് തന്നെയല്ലേ നോക്കുന്നത്. ഇതും പറഞ്ഞ് എണീക്കുകയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ ഷർട്ട് ഊരി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആ റൗഡി പയ്യന്മാര് ചെയ്ത ക്രൂരത അവന്റെ നെഞ്ചിലാണെങ്കിൽ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവന്മാരുടെ ക്രൂരത കാരണം അവൻ ആത്മഹത്യ ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും അവൻ മരിച്ചിട്ടില്ല ഇതുവരെ. അതെല്ലാം പ്രസിഡന്റിന്റെ അടുത്ത് പറയുകയാണ്. എന്തായാലും ഈ പ്രസിഡന്റ് ഉണ്ടല്ലോ ആദ്യത്തെ ദേഷ്യത്തിന് ഈ സൈക്കോനെ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കിയായിരുന്നു. എന്നാലും പ്രസിഡന്റിന് അതിന് പറ്റിയില്ല കേട്ടോ. അവനെ ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ അവനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ ദൂരോട്ട് വലിച്ചെറിഞ്ഞായിരുന്നു. ഇതിനുശേഷം സൈക്കോ പയ്യൻ പറയാണ്, നീ എന്റെ ജീവൻ തിരിച്ചു തന്നതൊക്കെ നല്ലത് തന്നെ, നീ എന്നെ കൊല്ലാതിരുന്നത് നല്ലത് തന്നെ, പക്ഷെ നീ നിന്റെ ജീവന് വേണ്ടി തെണ്ടിക്കോളാൻ. അതായത് ഇവൻ മാഫിയാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാണ് ഹീറോന്റെ അടുത്ത്. ഇത് കേട്ട ഹീറോ പറയുന്നുണ്ട്, നീ എന്നെ കൊന്നോ, പക്ഷെ കൂട്ടുകാരിനെയും ഹീറോയിനെയും നീ ഒന്നും ചെയ്യില്ലെന്ന്. അവൻ മരിക്കാൻ നേരത്തും പറയുന്നത് ഹീറോയിനെയും കൂട്ടുകാരിയും ഒന്നും ചെയ്യില്ലെന്നാണ്. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരിയും കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചെടുക്കുകയാണ്. അതുമാത്രമല്ല നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എല്ലാ കൊലപാതകത്തിലും ഒരാളും കൂടെ ഉണ്ടായിരുന്നു, വേറെ ആരുമല്ല, അത് ഈ കൂട്ടുകാരിയാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. വേറൊന്നുമല്ല, ഈ കൂട്ടുകാരി ഒരു മാഫിയാണ്. ഈ എല്ലാ കൊലപാതകത്തിലും ഈ കൂട്ടുകാരിക്ക് ഒരു പങ്കുണ്ട്. അതെല്ലാം നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണ്. അതുമാത്രമല്ല CCTV ഡിലീറ്റ് ആക്കിയത് വേറെ ആരുമല്ല, അതും ഈ കൂട്ടുകാരിയാണ്. ആകെ CCTV ഡിലീറ്റ് ആക്കാൻ അറിയാവുന്നത് കൂട്ടുകാരിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെല്ലാം ഡിലീറ്റ് ആക്കിയത്, വേറൊരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ കാലിൽ പിടിച്ചിട്ട് പറയുകയാണ്, നീ എന്തിനാടി ഇങ്ങനെ ചെയ്ത് നമ്മളെല്ലാരെയും പറ്റിച്ചിട്ട് ഓരോ രാത്രി ഓരോരുത്തരെ നീ കൊന്നോണ്ടിരിക്കുവായിരുന്നല്ലേ, നീയല്ലേ മാഫിയ, സത്യം പറ. ഇത് പറയുന്ന നേരത്ത് കൂട്ടുകാരി പറയാണ്, അതെ ഞാൻ തന്നെയാണ് മാഫിയ, ഇതറിയുന്ന സമയത്തെങ്കിലും നിനക്ക് ഓടി രക്ഷപ്പെട്ടൂടെ. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കളർ മുടീനെ കാണിക്കുകയാണ്. കളർ മുടിയാണെങ്കിൽ ഓടി വന്ന് കയറിയിരിക്കുന്നത് വേറൊന്നുമല്ല, ആ ക്യാൻറ്റീനിലാണ്, ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്താണ്. എന്നിട്ട് ഷട്ടർ ഇടാൻ നിൽക്കുന്ന നേരം ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് പിടിക്കുകയാണ്. വേറെ ആരുമല്ല, ഗുണ്ടുപ്പയൻ ആ റൂമിൽ ഉണ്ടായിരുന്നല്ലോ, അവൻ വന്ന് പിടിക്കുകയാണ്. എന്നിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ. തറയിലിട്ട് വരെ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. അവൻ പറയുന്നത് മാഫിയ നീ ചാവെന്നാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാൻ മാഫിയ അല്ലടാ, എന്നെ കൊല്ലാതെ വിട്ടൂടെ എന്ന്. ഇതേ നേരം അവൻ പറയുന്നുണ്ട്, നീ മാഫിയ അല്ലേലും നീ മരണം അർഹതപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ആ കൂട്ടുകാരൻ പയ്യനെ കാണിക്കുകയാണ്. ഗുണ്ടുപ്പയന്റെ കൂടെ നടക്കുന്ന ആ കൂട്ടുകാരൻ പയ്യൻ അവൻ ഏതോ റൂമിലോട്ട് കയറി വന്നേക്കാണ്. ആ റൂമിലാണെങ്കിൽ ഈ ഗുണ്ടുപ്പയന്റെ ഒരു കണ്ണാടി കിടപ്പുണ്ട് കേട്ടോ. ആ കണ്ണാടി എടുത്തു വെച്ചിട്ട് അവൻ ഒരു സൈഡിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അവന് മനസ്സിലായി അവൻ ചെയ്തത് തെറ്റാണ്, സ്വന്തം കൂട്ടുകാരന് ഒറ്റിക്കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ മാഫിയാണോ സിവിലിയൻ ആണോ എന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല. പിന്നെ അവൻ ചെയ്തത് തെറ്റാന്ന് അവന് മനസ്സിലാവുകയാണ്. അവൻ അവിടെ ഇരിക്കുന്ന നേരത്ത് തന്നെ അലർച്ച കേൾക്കുകയാണ് ഭയങ്കരമായിട്ട്. എന്താന്ന് നോക്കുമ്പോഴാണ് കഴുത്ത് ഞെരിച്ചുകൊണ്ടിരുന്ന ഗുണ്ടുപ്പയനാണെങ്കിൽ പെട്ടെന്ന് പൊസസ്ഡ് ആവുകയാണ്. അവന്റെ കൺട്രോള് അവന്റെ നഷ്ടപ്പെടുകയാണ്. അവന്റെ തലയൊക്കെ പൊട്ടുന്ന കണക്ക് വേദന എടുക്കുകയാണ്. അവൻ മറ്റുള്ള കഴുത്തിൽ നിന്ന് കൈ എടുക്കുകയാണ്, സൈഡിലോട്ട് മാറിയിരിക്കുകയാണ്. വേദന കാരണം അവൻ തലയൊക്കെ പൊത്തി പിടിക്കുകയാണ്. ഇതിനുശേഷം അവൻ ഫുള്ളി പൊസസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഫുഡെല്ലാം വാരി വാരി തിന്നുകയാണ് കേട്ടോ, വലിച്ചു വാരി തിന്നുകയാണ്. അതായത് ഇങ്ങനൊരു മരണം ഈ സീരീസിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുഡ് കഴിച്ച് മരിക്കാൻ പോകുന്നത്. അവൻ ഈ ഫുഡ് വാരി കഴിക്കുന്ന സമയത്ത് തന്നെ കളർ മുടി ഉണ്ടല്ലോ, കളർ മുടി ആ റൂമിൽ തന്നെ വേറൊരു റൂമുണ്ട്, ആ റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഡോറ് പുറത്തുനിന്ന് അടക്കുകയാണ്. എന്തായാലും മറ്റവനാണെങ്കിൽ അതായത് ഗുണ്ടുപ്പയനാണെങ്കിൽ ഫുഡ് തിന്നുന്നത് നിർത്തുന്നില്ല. അവനാണെങ്കിൽ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനമാണെങ്കിൽ ആ ഫുഡ് തന്നെ അവന്റെ തൊണ്ടയ്ക്ക് കുരുങ്ങിയിട്ട് അവൻ മരിക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടുകാരെയും കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ കൂട്ടുകാരിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, എടി എനിക്കിനി ഗെയിം കളിക്കണ്ട, എനിക്കിനി ബാക്കിയുള്ള ആൾക്കാർ മരിക്കുന്നത് കാണണ്ട, നീ ഇനി എന്നെ കൊന്നോ, ബാക്കിയുള്ള ആൾക്കാർ ഒന്നും ചെയ്യല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് തന്നെ പാട്ട് കേൾക്കുകയാണ്. ഈ പാട്ട് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. ഇതിനുശേഷം വാഷ്റൂമാണ് കാണിക്കുന്നത്. അവിടെയും പാട്ട് കേട്ടിട്ട് പ്രസിഡന്റ് ബോധം കെട്ട് വീണിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ആ സൈക്കോയും ഉണ്ട്. സൈക്കോ ആണെങ്കിൽ തൊട്ടടുത്ത് കിടന്ന ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തോണ്ട് വന്നിട്ട് ഹീറോന്റെ തലയിൽ അടിക്കാൻ നോക്കുകയാണ്. എന്നാൽ അത് നടക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അലാറം കേൾക്കുകയാണ്. എന്നിട്ട് പറയാണ്, മാഫിയകൾക്കെല്ലാം ഒരു റൂൾ ഉണ്ട്, അതനുസരിച്ചേ കളിക്കാൻ പറ്റത്തുള്ളെന്നും. അത് മാത്രമല്ല ഇപ്പം മാഫിയകൾക്ക് എല്ലാവർക്കും മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് ചെല്ലാനും. അതായത് ഈ മാഫിയകളെല്ലാരും മീറ്റിംഗ് എടുത്തിട്ട് അവരെല്ലാരും കൂടെ വേണം തീരുമാനിക്കാൻ ആരെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയണമെന്ന്. അല്ലാതെ തോന്നുന്ന കണക്കൊന്നും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല, അതായത് കൊന്നു കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാഫിയകളെല്ലാം കൂടെ കാണാനാണ് പറയുന്നത്. ഇപ്പം ആരൊക്കെയാണ് മാഫിയ എന്ന് നിങ്ങൾക്കറിയാലോ, കൂട്ടുകാരിയും പിന്നെ എവനുമാണ് മാഫിയകൾ. എന്തായാലും ഈ സൈക്കോ ആണെങ്കിൽ കൂട്ടുകാരിയെ കാണാൻ വന്നേക്കാണ്. ഹീറോയിൻ
ബോധം കെട്ട് കിടക്കുന്ന ആ സ്ഥലത്താണ് വന്നേക്കുന്നത്. അവിടെ വെച്ച് സൈക്കോ കൂട്ടുകാരിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ക്യാമറയുടെ കാര്യം എന്റെ അടുത്ത് പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ വന്ന ആ ക്യാമറ നോക്കിയത്, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്, നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇത് കേട്ട കൂട്ടുകാരി പറയാണ്, എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഇതൊക്കെ പെട്ടെന്നെടുത്ത തീരുമാനങ്ങളാണ്. അതുമാത്രമല്ല, ഞാൻ ഈ സമയത്ത് നിന്നെ കാണാൻ വന്നാല് ബാക്കിയുള്ള ആൾക്കാർ, ഹീറോയും എന്നെ തെറ്റിദ്ധരിക്കും. അത് മാത്രമല്ല, എന്നെ വോട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വരാഞ്ഞത്. അപ്പൊ സൈക്കോ, ഇന്ന് നീ ആരെയാണ് കൊല്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആരെയാണ് കൊല്ലേണ്ടത്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം, വേറൊന്നുമല്ല. ഹീറോയിന് മനസ്സിലായി മാഫിയ ആയിട്ടുള്ളത് കൂട്ടുകാരിയാണെന്ന്, അതുപോലെ ഹീറോന് മനസ്സിലായി, പ്രസിഡന്റിന് മനസ്സിലായി മാഫിയ ആയിട്ടുള്ളത് സൈക്കോ ആണെന്ന്. അപ്പൊ രണ്ടുപേർക്ക് രണ്ടാൾക്കാരെ അറിയാം. ഇനി ഈ രണ്ടുപേരെ ബാക്കി വെക്കുവാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് ഇത് പറഞ്ഞിട്ട് നാളെ ഇവർക്കെതിരെ വോട്ട് ചെയ്ത് കൊന്നു കളയും. അതുകൊണ്ട് തന്നെ ഇവരൊരു തീരുമാനം എടുക്കുകയാണ്, ബാക്കി അവശേഷിക്കുന്ന എല്ലാരെയും ഇന്ന് കൊന്നു കളയാന്ന്, അതായത് കൂട്ടുകാരിയും സൈക്കോയും കൂടെ. ഇതിനുശേഷം സൈക്കോ ആണെങ്കിൽ ഒരു കത്തിയായിട്ട് ഹീറോയിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവളുടെ കഴുത്തിൽ കത്തി വെക്കാൻ നിൽക്കുന്ന നേരം കൂട്ടുകാരി പറയാണ്, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൾ അങ്ങനെ കൊല്ലല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന്. നല്ല കൂട്ടുകാരി. ഇതിനുശേഷം ഹീറോയിനെ പൊക്കിയെടുത്ത് ഫ്രീസർ റൂമിൽ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് അവിടുത്തെ തണുപ്പ് കൂട്ടി വെക്കുകയാണ്, അതായത് കുറച്ച് വെക്കുകയാണ്, മൈനസിലോട്ട് കുറച്ച് വെക്കുകയാണ്. അപ്പൊ തണുപ്പ് കൂടും, അങ്ങനെ ഒരു ടെക്നോളജി. ഇതേ നേരം കൂട്ടുകാരി അറിയാതെ ഹീറോയിന്റെ ഫോൺ ആണെങ്കിൽ ഈ സൈക്കോ അടിച്ചു മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ, അവന്റെ പോക്കറ്റിൽ എടുത്തു വെക്കുന്നുണ്ട്. ഇത് കൂട്ടുകാരി അറിയുന്നില്ല. ഇവിടെ വെച്ച് തന്നെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഞാൻ ഹീറോന്റെ കാര്യം നോക്കിക്കോളാം, നീ പോയിട്ട് ബാക്കിയുള്ള രണ്ടുപേരുടെ കാര്യം നോക്കിക്കോ, അതായത് കളർ മുടിയുടെയും പിന്നെ മറ്റേ ആ കൂട്ടുകാരൻ പയ്യന്റെ കാര്യം. എന്തായാലും ഈ സൈക്കോ ആണെങ്കിൽ നേരെ ആ കൂട്ടുകാരൻ പയ്യന്റെ റൂമിൽ ചെല്ലുകയാണ്. അവന്റെ തലയിൽ ഒരു കവർ ഇടുകയാണ്, ഒരു പ്ലാസ്റ്റിക് കേസ്. അതിട്ടതിന് ശേഷം അവനാണെങ്കിൽ എയർ വലിച്ചു തീർക്കുകയാണ്, സ്വന്തമായിട്ട് ശ്വാസം മുട്ടി ചാവുകയാണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അവനെ കൊലപ്പെടുത്തി കളഞ്ഞു. ഇതേ നേരം തന്നെ കൂട്ടുകാരി ആണെങ്കിൽ വാഷ്റൂമിൽ വന്നേക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറും കിടപ്പുണ്ട്, പിന്നെ പ്രസിഡന്റും കിടപ്പുണ്ട്. അവിടെ സീൻ കെട്ടായിട്ട് അടുത്ത സീനിൽ സൈക്കോനെ കാണിക്കുകയാണ്. സൈക്കോ ആണെങ്കിൽ ഒരു ഡംബലും എടുത്തുകൊണ്ട് നേരെ വന്നേക്കുന്നത് ആ ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൂമിലാണ്. അവനറിയാം ആ കളർ മുടി എവിടെ ഉള്ളതെന്ന്. നേരെ ചെന്ന് തുറക്കുന്നത് ആ റൂമിലുള്ള വേറൊരു റൂമിലാണ്. ആ റൂമിൽ കളർ മുടി ഉണ്ട് കേട്ടോ. ഇതിനുശേഷം അവനാണെങ്കിൽ വന്നിരുന്നിട്ട് നൂഡിൽസ് കഴിക്കുകയാണ്. ഇതേ നേരം നമ്മളെ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ കൂട്ടുകാരി ആണെങ്കിൽ ഹീറോനെ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് പലതവണയായിട്ട് അടിച്ച് കൊന്നിട്ടുണ്ട് കേട്ടോ. കൊന്നു കളഞ്ഞിട്ട് അവന്റെ ബ്ലഡ് എല്ലാം അവിടെ ബ്ലീഡ് ആയിട്ട് കിടക്കുകയാണ്. എന്തായാലും ഹീറോനെ കൊന്നതിന് ശേഷം സൈക്കോ പയ്യന് മെസ്സേജ് അയക്കുകയാണ്, ഹീറോനെ കൊന്നെന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ഇരുന്ന് നൂഡിൽസ് കഴിക്കുമല്ലായിരുന്നു. ഈ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ ഈ സൈക്കോ ആണെങ്കിൽ നേരെ ആ കളർ മുടിയുടെ അടുത്ത് ചെല്ലുകയാണ്. ആ ഡംബലും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വളരെയധികം ബ്രൂട്ടലായിട്ട് തലയ്ക്ക് പലതവണ ഇടിച്ചിടിച്ചിട്ടാണ് അവളെ കൊല്ലുന്നത്. അതൊക്കെ ഭയങ്കര ബ്രൂട്ടലാണ് കേട്ടോ. അത് ആ ഡംബൽ വെച്ചിട്ട് ഇടിച്ചു കൊല്ലുന്നത്. അവളെ ഇടിച്ചു കൊന്നതിന് ശേഷം അവൻ വീണ്ടും ആ ടേബിളിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് നൂഡിൽസ് ബാക്കി കഴിക്കാൻ തുടങ്ങുകയാണ്. ഇച്ചിരി നേരം കഴിക്കുന്ന സമയത്ത് അവൻ ആ നൂഡിൽസ് തിരിച്ച് തുപ്പി വയ്ക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെ സ്വന്തമായിട്ട് പറയാണ്, ഞാൻ ഇത്രയും കണ്ണിച്ചോര ഇല്ലാത്തവനാണോ എന്ന്. എന്താണാവോ. ഇതിനുശേഷം കൂട്ടുകാരി പെൺകുട്ടീനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ആ ഫ്രീസർ റൂമിൽ വന്നേക്കാണ്. എന്നിട്ട് ഹീറോയിന്റെ കൈ പിടിച്ച് നോക്കുന്നുണ്ട്, അവള് മരിച്ചോ ജീവനോടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കോയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്, ഹീറോയിൻ മരിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം അവൻ ആ റൂമിലിരുന്ന് കഴിക്കുമല്ലായിരുന്നു. അവൻ ഓരോരുത്തരുടെ ഫോൺ നോക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ബാക്കി രണ്ടുപേരുടെ, അതായത് ആ കൂട്ടുകാരൻ പയ്യന്റെയും കളർ മുടിയുടെയും ഫോൺ ആണെങ്കിൽ വർക്ക് ആവുന്നില്ല, ഓഫ് ആയി പോയിട്ടുണ്ട്. എന്നാൽ ഹീറോയിന്റെ ഫോൺ നോക്കുന്ന സമയത്ത് അത് ഓഫ് ആയിട്ടില്ല, ഓണായി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈക്കോ അവളോട് വീണ്ടും ചോദിക്കുകയാണ്, മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, അവള് മരിച്ചെന്ന് ഉറപ്പാണോ എന്ന്. കൂട്ടുകാരി പറയാണ്, അതെ അവള് മരിച്ചെന്ന് ഉറപ്പാണ്, അവളുടെ ജീവൻ ഇപ്പൊ ഇല്ല. എന്തായാലും ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ സൈക്കോ ആണെങ്കിൽ നേരെ ഫ്രീസർ റൂമിൽ വന്നേക്കാണ്. എന്നിട്ട് കൂട്ടുകാരിയോട് പറയാണ് ആ ബോഡിയുടെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാൻ, അതായത് ആ ബോഡി പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ അതെടുത്ത് മാറ്റാനാണ് പറയുന്നത്. എന്നിട്ട് കൂട്ടുകാരിയെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അത് റാപ്പ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം പിടിച്ച് തള്ളുന്നുണ്ട്, ഒരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് അവളോട് പറയാണ്, എനിക്കറിയാം നീ ഹീറോയിനെ കൊന്നിട്ടില്ല എന്ന്. അവളുടെ ഫോൺ ഇപ്പോഴും ഓണാന്ന് പറഞ്ഞതിന് ശേഷം ആ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോൺ ഓൺ ആണ് കേട്ടോ. ഹീറോയിനെ കൊല്ലാത്ത പക്ഷം നീ ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈക്കോ ആണെങ്കിലുണ്ടല്ലോ കൂട്ടുകാരിനെ കുത്തി കൊല്ലുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.